നല്ല സിനിമയാണ്. ഫാമിലി സിനിമയാണ്. എല്ലാവരും പ്രേക്ഷകരെല്ലാം തിയേറ്ററിൽ വന്ന് കാണണം. സ്ത്രീകൾക്ക് വേണ്ടി മാത്രമല്ല, പുരുഷന്മാർക്ക് വേണ്ടി കൂടി സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റാണ്. എല്ലാവരും വരണം, എല്ലാവരും തിയേറ്ററിലേക്ക് വരണം. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. എല്ലാവരും ഫേവറേറ്റ്സ് തന്നെ. പക്ഷെ ആസിഫ് അലിക്ക് ഒരു പ്രത്യേകതയുണ്ട്, ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടാണ്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം എത്രയായാലും ഭയങ്കര ഒരുപാട് സന്തോഷം. പ്രേക്ഷകരെല്ലാവരും കാണണം. സ്ത്രീയും പുരുഷനും എല്ലാ ഫാമിലിക്ക് ഏറ്റവും പറ്റിയൊരു സിനിമ. ഇത്രയും നാൾ കാത്തിരുന്നെങ്കിലും ഒരുപാട് സന്തോഷം തരുന്നൊരു സിനിമ അതാണ്. ഞാൻ ഭയങ്കര ഹാപ്പി. ആവേശം കൊണ്ടുണ്ടായതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ആവേശത്തിന് ശേഷം ആദ്യം വന്ന സിനിമയാണ് എനിക്ക്. ആൻഡ് ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഐ എം ഗെയിം ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിലാഷം വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അതാ കഥാപാത്രത്തിൻ്റെ അത് പിന്നെ ഭയങ്കര സന്തോഷം. എനിക്ക് മൂവി വളരെ ഇഷ്ടമായി. മൂവി ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണല്ലോ പറഞ്ഞേക്കുന്നത്. നമ്മൾ പറയാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷെ പറയാൻ പലരും ഇത് ശരിയാണല്ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. കണ്ടു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയും ചെയ്യാൻ ഇതിങ്ങനെ നടക്കുന്നുണ്ട് നാട്ടിൽ അല്ലേ? നിങ്ങൾ കണ്ടല്ലേ? ശരിയല്ല, ഇങ്ങനെ നടക്കുന്നില്ലേ? അത് ആരും കളിയാക്കാനൊന്നും അല്ല പറഞ്ഞത്. അത് സത്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് എല്ലാ മേഖലയും നന്നായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ തന്നെയാണ് അവർ കേൾക്കേണ്ടത്. ഇനി കാണാനുള്ള പ്രേക്ഷകരോടാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി മൂഡിൽ കാണാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. പറയാത്തൊരു സബ്ജക്റ്റാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, പിന്നെ നല്ല എഡിറ്റിംഗ് ആണ്, നല്ല റീ റെക്കോർഡിംഗ് ആണ്, ഹ്യൂമറും ഉണ്ട് നന്നായിട്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആഭ്യന്തര കുറ്റവാളി എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണുക, വിജയിപ്പിക്കുക, നല്ല അഭിപ്രായങ്ങൾ പറയാം. ഓഡിയൻസ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ. അടുത്ത ഷോ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആസിഫിക്കായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നന്നായിട്ട് നമ്മൾ എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ടുണ്ട്. പ്രേക്ഷകരോട് എല്ലാവരോടും ഇത് കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങൾ പറയാം. ഡയറക്ടറുണ്ട് സേതുയുടെ പല എക്സ്പീരിയൻസുകളെല്ലാം പടത്തിൽ പകർന്ന് കൊടുത്തിട്ടുണ്ട്. അത് നമുക്കെല്ലാവർക്കും ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെല്ലാം ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്. സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ മെയിൻ പൊളി. അതായത് ആണുങ്ങളായതുകൊണ്ട് പറഞ്ഞല്ല, ഇതിൽ പെണ്ണുങ്ങൾക്ക് സപ്പോർട്ടാണ്. പക്ഷേ നമുക്കൊണ്ട് സംസാരിക്കണമല്ലോ. നമ്മളെപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്ന, ഞാനൊരു കല്യാണം കഴിച്ച ആളാണ്. പക്ഷെ എന്നാലും നമുക്കൊരു പീക്കിൽ വരുമ്പോഴേക്കും ചില മൂവ്മെൻ്റൊക്കെ കൈയടിച്ച് പോകും. അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചാണ്. താങ്ക് യു സേതു പറഞ്ഞ താങ്ക് യു പറയുന്നു. ഓക്കെ, ആര്യ അഭിനയിച്ച സിനിമയാണ്. ആസിഫ് അലിയുടെ ഒരു വളരെ നല്ല പതിവ് പോലെ തന്നെ വളരെ ഇഷ്ടമായി ആ റോള്. അതുകൂടാതെ ഞങ്ങൾക്ക് പേഴ്സണലി എന്താ സന്തോഷം എന്ന് വെച്ചാൽ ആസിഫ് അലിയുടെ അമ്മയായിട്ട് എൻ്റെ ഭാര്യയാണ് അഭിനയിച്ചത്. അപ്പോൾ അത് നീരജ അഭിനയിച്ചേക്കണേൽ ഒരു ഫുൾ റോളായിട്ട് ചെയ്യണത് ഇപ്പോഴായിരിക്കും. ആവേശത്തിന് ശേഷം ഇമീഡിയറ്റ്ലി വന്ന ഒരു റോളാണ്. ഇതൊരു പുരുഷപക്ഷ സിനിമ എന്ന് പറയണേക്കാളും എനിക്കൊരു മനുഷ്യപക്ഷ സിനിമ എന്ന് പറയാനാണ് എനിക്ക് കുറച്ചും കൂടി അതിൽ ഇഷ്ടം തോന്നണത്. എല്ലാവരും കാണണം, എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയട്ടെ. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമായി. ആസിഫ് അലി തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടമായി. നല്ല റോളാണ്. ഞങ്ങൾക്ക് എന്താ അറിയുക, ഞാൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ആസിഫ് അലിയുടെ ഇപ്പോൾ നീരജ അമ്മയായിട്ട് ചെയ്യണത് 9ാമത്തെ സിനിമയായിട്ടാണ്. അപ്പം ഞങ്ങൾക്ക് അതും അങ്ങനെ ഒരു സന്തോഷം കൂടിയുണ്ട്. അതിൽ വളരെ ഇഷ്ടമായി. എല്ലാവരും കാണുമെന്ന് വിചാരിക്കുക. എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യട്ടെ. പ്രേക്ഷകർ കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കണ്ട അഭിപ്രായം പറയട്ടെ. ആഗ്രഹിക്കണം, നമ്മൾ അങ്ങനെയാണല്ലോ. എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. നോക്കാം. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇഷ്ടമാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ നോക്കാം. മെസ്സേജ് തീർച്ചയായിട്ടും കൊടുക്കുന്നുണ്ട്. കാരണം ദമ്പതിമാർ, അതായത് നമ്മുടെ ഈ കുടുംബ മലയാളികളുടെ പ്രത്യേകിച്ച്, മറ്റുള്ളവരല്ല, നമ്മുടെ മലയാളികൾ കുടുംബകോടതികൾ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുന്നുണ്ട്. അവരൊക്കെ വന്നൊരു 2.5 മണിക്കൂർ ഒന്ന് സ്പെൻഡ് ചെയ്ത് അത്രയ്ക്കും നല്ലത്. കാരണം അത്രയ്ക്കും നല്ലൊരു കഥ
നിയമവശങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തെറ്റാരുടെ ഭാഗത്തു നിന്നുള്ള രണ്ട് ഇരുവശത്തു നിന്ന് നമുക്ക് കേൾക്കുന്നതാണ്. അതേപോലെ ഇതിലൊരു സംഭവമുണ്ട്. ആയാലും ഇപ്പം ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ഒരു കഥ, വ്യത്യസ്തമായിട്ടുള്ള കഥ. ആയാലും ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ ധൈര്യപൂർവ്വം വന്ന് എല്ലാവർക്കും കാണാം. കല്യാണം കഴിക്കാൻ പോകുന്നവരും ഇത് വന്ന് കണ്ടിരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ്. പടം കണ്ടില്ല, ഇപ്പോൾ വന്നേ ഉള്ളൂ. അതിന് അഭിപ്രായം സിനിമയെ പ്രേക്ഷകരെ പറ്റി ഇതൊരു അല്ല, ഇപ്പോൾ കണ്ടിട്ട് ഇറങ്ങിയതാണ് പുരുഷപക്ഷ സിനിമയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ സ്ത്രീകളെ ആക്ഷേപിച്ചിട്ട് അങ്ങനെ ഒരു പരിപാടിയല്ല. പക്ഷെ പുരുഷന്മാരുടെ വേദനയും പറയണ്ടേ. അപ്പോൾ അങ്ങനത്തെ ഒരു പടമാണ്. ഞാൻ പടം സന്തോഷം. കാരണം അത് നല്ലൊരു ഇതിൻ്റെ ബക്രീദല്ലേ നാളെ. അപ്പോൾ അതിൻ്റെ തലേദിവസം തന്നെ 6-ാം തീയതി ഇറങ്ങിയാൽ ഒരുപാട് സന്തോഷമാണ്. അപ്പോൾ ബാക്കിയെല്ലാം പ്രേക്ഷകർ പറയണം, അല്ല എനിക്കൊന്നും പറയല്ല. ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ല അടിപൊളി സൂപ്പർ ഒരു പടമാണ്. ഫാമിലി ആയിട്ട് തന്നെ കാണണം, എന്നാലേ ആ ഒരു ഫീലിങ്സ് കിട്ടും. അടിപൊളിയായിട്ട് ഇപ്പോഴുള്ളതിലും കേട്ട് നല്ലപോലെ അഭിനയിച്ചു. അഫ്കോഴ്സ് ഫാമിലി ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് അത് പെട്ടെന്ന് കണക്റ്റ് ആവും. ആ കണക്കിനാണ് സിനിമ ചെയ്തിട്ടുള്ളത്. എനിക്ക് കണ്ടിട്ട് താങ്ക് യു. ഞങ്ങൾ വലിയ പ്രശ്നമില്ല. പ്രശ്നമില്ല. അതെ, വളരെ സന്തോഷം. കുറേ കാലത്തെ കാത്തിരിപ്പാണ്. ഇത് കുറച്ച് നീണ്ടുപോയിരുന്നു ഈ മൂവി. അപ്പോൾ ഇപ്പോൾ ഫൈനലി ഇറങ്ങിയതിൽ ഭയങ്കര സന്തോഷം. ഇനി ഇത് കൂടുതൽ ഓഡിയൻസ് കാണട്ടെ, അവർ ബാക്കി അഭിപ്രായം പറയട്ടെ. താങ്ക് യു. ആസിഫ് അലിയുടെ ഒരു തിരിച്ചുവരവ് തന്നെയാണ്. ആസിഫ് അലിയുടെ തിരിച്ചുവരവെന്നും പറയുന്നതിനെക്കാട്ടി മുമ്പ് നമ്മൾ ഇതിന്റെ ടൈറ്റിൽ പറയണം. ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആഭ്യന്തര കുറ്റവാളി. അപ്പം ഞാൻ വിചാരിച്ച ആഭ്യന്തര കുറ്റവാളി എന്ന ടൈറ്റിൽ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചത് ഇത് അധോലോക നായകൻ ദാവൂദ് ഇബ്രാഹിമിന്റെ കഥ പറയുന്ന സിനിമ എന്നാണ് ഞാൻ വിചാരിച്ചത്. ആസിഫ് അലിയും കൂടെ ആണല്ലോ. ഇവിടെ വന്നപ്പോൾ എന്താണ് അവസ്ഥ? നമ്മളെപ്പോലത്തെ സാധാരണക്കാരന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒതുക്കിയിട്ടിരിക്കുന്ന കുറേ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സിനിമയാണ് ഇത്. ശരിക്കും ഒരു പുരുഷ സിനിമ തന്നെയാണ്. കാരണം സ്ത്രീകൾക്കെതിരല്ല ഈ സിനിമ. സ്ത്രീകളെ ഇത് മനസ്സിലാക്കേണ്ട കുറേ തെറ്റിദ്ധാരണമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് മനസ്സിലാക്കി പോകുന്ന ഒരു സ്ക്രിപ്റ്റാണ് ഇത് ചെയ്തേക്കുന്നത്. ഇതൊരു ശരിക്കും വിവാദ സിനിമയാണ് ഈ സിനിമ. ഈ ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്ന സിനിമ വിവാദം തന്നെയാണ്. ഇത് വിവാദം ഉണ്ടാക്കണം. കാരണം മനഃപൂർവ്വം വിവാദം ഉണ്ടാവണത്. കാരണം പുരുഷന്മാരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരൊതുക്കിയിട്ടുള്ള കുറേ വിഷമങ്ങളുണ്ട്. അത് മനസ്സിലാക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഈ സിനിമ. ഈ സിനിമ എത്രത്തോളം വിജയം കാണുമെന്നുള്ളത് ഇത് ബ്ലോക്ക് ബസ്റ്ററാണ്. ആസിഫ് അലി ചെയ്ത രേഖാചിത്രത്തിന് ശേഷം, അതായത് ഇവിടെ മലയാളത്തിൽ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ എന്ന പദവി ഇനിയില്ല. അത് മമ്മൂട്ടി മോഹൻലാലോടുകൂടി അവസാനിക്കും. അതിനുശേഷം എന്താണുള്ള പുതിയ താരങ്ങൾ വരും, അഭിനയിക്കുന്നു. ഏറ്റവും നല്ല പെർഫോമറാണ്, നല്ല നടനാവുന്നത്. അങ്ങനെ പോകുന്ന ഒരു നടനാണ് ആസിഫ് അലി. അപ്പം ജഗദീഷ് ഉണ്ട്, ആസിഫ് അലി ഉണ്ട്, പിന്നെ പല താരങ്ങളുണ്ട്. ഹരീഷ് റേഷനൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റൈറ്റിംഗ് ആണെങ്കിലും ഇതിന്റെ സ്ക്രിപ്റ്റിംഗ് ആണെങ്കിലും മികച്ച രീതിയിലാണ് പോകുന്നത്. സ്ത്രീ സമൂഹം മനസ്സിലാക്കേണ്ട കുറേ നിയമവശങ്ങളുണ്ട്. അതായത് അനാവശ്യമായിട്ട് നോക്കുക, പറയുക, ഇതെല്ലാം കേസാക്കുക, കോടതി കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ബബ്ബടിക്കും. ഇത് ഒന്നും അനുഭവ പരിചയം ഇല്ലാത്തതുകൊണ്ടാണ് സ്ത്രീകൾക്ക് പറ്റുന്നത്. അങ്ങനെ ഒരു ഇതിലായിട്ട് നടക്കുന്ന കുറേ സ്ത്രീ സമൂഹമുണ്ട്. അവർക്കെതിരെയുള്ള സിനിമയാണ്. അവരിത് പഠിക്കുക, ഈ സിനിമ ഒന്ന് കാണുക, സ്ത്രീകൾ കാണുക, പുരുഷന്മാർ കാണുക, എന്നിട്ട് ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ഈ സിനിമ എന്താണോ പറയുന്നത് ആ രീതിക്ക് നമുക്ക് ജീവിക്കാനൊന്നും പറ്റില്ല. പക്ഷേ പാലിക്കേണ്ട കുറേ മര്യാദകളുണ്ട്, അത് പാലിക്കുക. അതിനൊരു മെസ്സേജായിട്ടെങ്കിലും കണ്ടുകൊണ്ട് ഈ സിനിമ ഇത് ഹിറ്റ് ആവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ സിനിമ എല്ലാവരും കാണണം. അല്ലാതെ ഈ സിനിമയ്ക്ക് വേണ്ടി ഞാൻ പ്രത്യേകം റിവ്യൂ തരുന്നതല്ല. പക്ഷേ സിനിമ നമുക്ക് എല്ലാവർക്കും ഉള്ള സിനിമയാണ്, ആണിനും പെണ്ണിനും. ഇത് കാണുക, ഈ സിനിമ വിജയിപ്പിക്കുക. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല സമാധാനമായിട്ടിരുന്ന് നമുക്കിങ്ങനെ കണ്ടുപോകുന്ന ഒരു സിനിമയാണ്. വെറുതെ മ്യൂസിക് വാരിയിടുക, അതുപോലെ സ്റ്റണ്ട് ഉണ്ടാക്കുക, അങ്ങനെ ഒന്നുമില്ല. ഇതിങ്ങനെ തുടങ്ങിയിട്ട് അവസാനം വരെ ഒരു സ്ഥലത്ത് പോലും ലാഗില്ലാതെ പോകുന്ന നല്ലൊരു സിനിമയാണ്. ഞാൻ എൻ്റെ റിവ്യൂ പറയുന്നതിൽ ഞാൻ പറയുകയാണ്, എൻ്റെ അനുഭവത്തിൽ ഞാൻ രേഖാചിത്രമാണ് ഇപ്പോൾ ലാസ്റ്റ് കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതിനുശേഷം ഇഷ്ടപ്പെട്ട ഒരു ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിട്ട് ഇത് മാറും. ഇത് ഹിറ്റാണ് സിനിമ. ആസിഫ് അലി ഒരിക്കലും ഒരു സ്ഥിരം പാറ്റേൺ യൂസ് ചെയ്യുന്ന ആളല്ല. അതാ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞത്. ആസിഫ് അലി എന്ന ക്യാരക്ടർ ഇവിടെ സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടി മോഹൻലാൽ ഓടിത്തീരും. പിന്നെന്താണ് അടുത്ത സ്റ്റെപ്പ്? എന്താണ്? പുതിയ നടന്മാർ വരുന്നു. അവരുടെ പെർഫോമർ കൊണ്ടാണ് അവർ വീണ്ടും മികച്ച രീതിയിൽ പോകുന്നത്. ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കുക, അങ്ങനെ ചൂസ് ചെയ്യുക. അല്ലാണ്ട് ഒരു പാറ്റേൺ യൂസ് ചെയ്യാതിരിക്കുക. കഴിഞ്ഞ കഥാപാത്രത്തെ അടുത്ത സിനിമയായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അഭിനയത്തിൽ മികവ് കാണിക്കുക, ചെയ്യുന്ന റോളുകളെ മികച്ചതാക്കാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് ഒരു നടൻ പോകേണ്ടത്. അതിലിപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ ഏറ്റവും നല്ലത് ചെയ്യുന്നത് ആസിഫ് അലി തന്നെയാണെന്നുള്ളത് ഒരു സംശയം വിചാരിക്കേണ്ട. ആസിഫ് അലിയുടെ ഒരു ഫാൻ അല്ല ഞാൻ. പക്ഷേ ആസിഫ് അലി എന്ന് പറയുന്നത് തികഞ്ഞ ഒരു നടൻ തന്നെയാണ്. എല്ലാ നടന്മാരും അത് പഠിക്കണമെന്ന്, അഭിനയം പഠിക്കുക, ചെയ്യേണ്ടത് ചെയ്യുക. ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കഴിഞ്ഞ സിനിമയായിട്ട് ബന്ധമുണ്ടെന്ന് ആ സിനിമ ചെയ്യാതിരിക്കുക. എന്തിനാണ് വെറുതെ വന്ന് നെഗറ്റീവ് അടിക്കുന്നത്? അതിൻ്റെ ആവശ്യമില്ല. ഡിഫറൻ്റ് ആയിട്ടുള്ള കഥകൾ വരുമ്പോൾ അത് പിടിക്കുക. അത് പിടിക്കുമ്പോൾ ഒരു നടൻ മുന്നോട്ട് പോകും. സൂപ്പർ സ്റ്റാറും മെഗാസ്റ്റാറൊന്നും ഇവിടെ ഇല്ല, അതൊക്കെ പോയി. രജനീകാന്ത്, മോഹൻലാൽ, മമ്മൂട്ടി കൂടി ഇതെല്ലാം അവസാനിക്കും. പിന്നെ വരുന്ന ആരാ? ഏറ്റവും നല്ല നടനാണ്. ആ നടനെ അഡ്രസ്സ് ചെയ്യുന്ന മലയാളികളായിട്ടുള്ള നമ്മൾ
എല്ലാ ഭാഷയിലുള്ള നടന്മാരെയും നടിമാരെയും അംഗീകരിക്കുന്നവരാണ് മലയാളികൾ. പ്രത്യേകിച്ച് മലയാളത്തിലുള്ള നടന്മാരെ എല്ലാം ഇഷ്ടമാണ്. പക്ഷേ ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അവരോട് കൂടുതൽ താല്പര്യമില്ല. ഞാൻ ഒരു ദിവസം പണിയെടുക്കുന്ന എൻ്റെ ശമ്പളം എത്രയാണെന്ന് അറിയാമോ? 1300 രൂപയാണ്. 1300 രൂപ ചിലവാക്കി നമ്മളിവിടെ വന്നു ഒരു തിയേറ്ററിൽ ഒരു സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചിലവ് 2000 രൂപയാണ്. ഈ 2000 രൂപ കൊണ്ടൊന്ന് ചിലവാക്കി ഒരു സിനിമ ഞാൻ വന്ന ആസിഫ് അലിയുടെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ആസിഫ് അലി എൻ്റെ സ്വന്തക്കാരനല്ലല്ലോ, ആണോ? അല്ല, നമ്മളൊരു പ്രതീക്ഷയല്ല ആസിഫ് അലിക്ക് നമ്മൾ കൊടുക്കണം. എൻ്റെ 2000 രൂപ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഒരു ദിവസം. എൻ്റെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഞാനിവിടെ സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ആസിഫ് അലി എന്ന് പറയുന്ന ക്യാരക്ടറിൽ ആ കഥാപാത്രത്തിൽ എനിക്ക് വിശ്വാസം വേണം. അങ്ങനെയാണ് തിയേറ്ററിലേക്ക് ആൾ വരുന്നത്. അപ്പോൾ അത് വിശ്വാസം കൊടുക്കേണ്ടത് ഒരു നടൻ്റെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക, നടിയുടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കുക, ഡയറക്ഷൻ്റെ ബാധ്യതയായിട്ട് എടുക്കുക, പ്രൊഡ്യൂസറുടെ ബാധ്യതയായിട്ട് എടുക്കുക. അത്തരം സിനിമകൾ ചെയ്യുക. അപ്പം ഓട്ടോമാറ്റിക്കലി തിയേറ്ററിലേക്ക് ആൾ വരും. ഇത്തരം സിനിമകൾ എടുത്താൽ തിയേറ്ററിലേക്ക് ആൾ വരും എന്നുള്ള കാര്യത്തിൽ സംശയം വിചാരിക്കേണ്ട. നാളെ പെരുന്നാളായിട്ട് ഞാൻ പറയുന്നത്, ഒരു പെരുന്നാൾ സൂപ്പർ ഹിറ്റ് ബ്ലോക്ക് ബസ്റ്റർ പടമാണ്.